കപ്പാസിറ്റി ഉണ്ട്. ഇതിന് നമുക്ക് അഗ്രികൾച്ചർ സെക്ടറിൽ സീഡ് ഡിസ്പോസലായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഹാർഡ്വെയർ ആണ് ചെയ്തിരിക്കുന്നത്. ഇത് ഫോം സീറ്റ് മെഷീനാണ് ഇതിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ ക്രസ്റ്റ് കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യാൻ പോകണം. ഹായ്, ഇതാണ് ഞാൻ നെക്സ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. റേസിംഗ് ഡ്രോൺ ആണത്. FPV കാറ്റഗറിയിൽപ്പെട്ട ഡ്രോൺ ആണ്. ഇതിന് ഒരു സെക്ടറിൽ നിന്ന് നെക്സ്റ്റ് സെക്ടർ വരെ ഹൈ ഇതിൽ ക്രൂസ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി റേസിംഗ് സെക്ടേഴ്സിലാണ് ഈ ഡ്രോൺ ഏറ്റവും ഉപയോഗിക്കുന്നത്. FPV ഡ്രോണിന്റെ പേര്. ഇതിൻ്റെ അകത്ത് പ്രിസൈസ് GPS ലൊക്കേഷൻ ഉണ്ട്, റിട്ടേൺ ടു ഹോം സീക്വൻസും എല്ലാം ഉള്ള ടൈപ്പ് ഹൈബ്രിഡ് ഡ്രോൺ ആണ്. ഞാൻ 10th ചെയ്യുന്നത്. ഞാനിവിടെ 2 റോബോട്ടിന്റെ മോഡലാണ് ചെയ്യുന്നത്. ഞാനിതിന് തെർമോക്കോളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഹാൻഡ് ഷേക്കിംഗ് റോബോട്ടും ഒന്ന് AI റോബോട്ടുമാണ് ചെയ്യുന്നത്. എൻ്റെ പേര് ആൻവിൻ ജോർജ് KB, 10A ക്ലാസ്സിൽ നിന്നാണ് പഠിക്കുന്നത്. ഹായ്, എൻ്റെ പേര് ആന്റണി ജോർജ് വർഗീസ്, 9A ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങളിവിടെ ഒരു ഒബ്സ്റ്റക്കിൾ അവോയ്ഡിംഗ് റോബോട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഒരു ഒബ്സ്റ്റക്കിൾ അതിൻ്റെ മുമ്പിൽ വന്നാൽ അപ്പോൾ തന്നെ ഇത് പുറകിലേക്ക് നീങ്ങും. ലെഫ്റ്റും റൈറ്റും നോക്കിയതിന് ശേഷം ഒബ്സ്റ്റക്കിൾ ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തേക്ക് അത് പോകും. ഒരു കൈ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ അപ്പോൾ തന്നെ പുറകിലേക്ക് പോകും. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ആർഡിനോ യൂണോയും 2 ഗിയർ മോട്ടറും ഒരു സെർവോയുമാണ്. മോട്ടോർ ഡ്രൈവറും യൂസ് ചെയ്തിട്ടുണ്ട്. ആർഡിനോ മോട്ടോർ ഡ്രൈവറും യൂസ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ വെയിറ്റിനായിട്ട് ഇവിടെ ഒരു ഗ്ലൂ ഗണ്ണും ഇതും വെച്ചിട്ട് ഇവിടെ വെയിറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ലിഥിയം ബാറ്ററിയാണ്. ഇതിൻ്റെ അകത്ത് വർക്കാൻ 7.5 വോൾട്ട് മുതൽ 9 വോൾട്ട് വരെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുള്ള ലിഥിയം ബാറ്ററി റീചാർജബിൾ ആണ്. ഇതിന്റെ കോഡ് ഇനിയും വേണമെങ്കിൽ മാറ്റാം. പലതരം യൂസിന് വേണ്ടിയിട്ട് ഈ യൂണോനെ യൂസ് ചെയ്യാനും പറ്റും. ഇതിന്റെ മുമ്പിലുള്ള അൾട്രാസോണിക് സെൻസർ
മുമ്പിലുള്ള ഒബ്സ്ട്രക്കിളിനെ കണ്ടുപിടിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന റേസ് ഈ സൈഡിൽ കൂടെ പോയി ഇവിടെ തട്ടി തിരിച്ച് റിസീവ് ചെയ്യുമ്പോൾ ഇതിന്റെ മുമ്പിൽ ഒബ്സ്ട്രക്കിൾ ഉണ്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് ഇത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നോക്കിയിട്ട് ഡയറക്ഷൻ ഒന്നെങ്കിൽ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ബാക്കിലോട്ടായിട്ട് മൂവ് ചെയ്യും. ലെഫ്റ്റിലോട്ട് ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒബ്സ്റ്റക്കിൾ ഇല്ലെന്ന് കാണുമ്പോൾ അത് അങ്ങോട്ട് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒബ്സ്റ്റക്കിൾ കാണുമ്പോൾ അത് ബാക്കിലോട്ട് എടുത്തിട്ട് പിന്നെ ഒബ്സ്റ്റക്കിൾ ഉണ്ടോ എന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്യും. ഒബ്സ്റ്റക്കിൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് അതിന്റെ മൂവ്മെന്റ്. ഇപ്പൊ ഒരു ഒബ്സ്റ്റക്കിൾ കണ്ടപ്പോഴേക്ക് അത് നോക്കി ഇപ്പൊ ഇത് ഈ സൈഡ് ഫ്രീ ആണ്. ഇതാണ് ഞങ്ങളുടെ പ്രൊജക്ട്. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രൊജക്ട് ഒബ്സ്റ്റക്കിൾ അവോയ്ഡിംഗ് റോബോട്ടിക് എനിക്ക് ഞങ്ങൾ ചെയ്ത പ്രൊജക്ട് ആണ്. ഇത് ഒരു റഡാർ സിസ്റ്റം ആണ്. ഇത് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ റഡാർ ഈ ഇൻഫ്രാറെഡ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ അവർ റെഡ് ആയിട്ട് വരും. ഇവിടെ റെഡ് ആയിട്ട് വരുന്നതാണ്. ഇതിന്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആർഡിനോ യൂണോയുടെ ഒരു ബോർഡും സെർവോ മോട്ടറും അൾട്രാസോണിക് സെൻസറുമാണ്. ഇതിന്റെ പ്രത്യേകത ഈ സാധനം വർക്കാവുന്നത് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ ഇതിലാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആർഡിനോ യൂണോ കോഡ് ചെയ്താണ് അവിടെ വെച്ചേക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ടിലാണ് ഇതെല്ലാം നടക്കുന്നത്. പിന്നെ ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ. ഇപ്പൊ നമ്മൾ അതിന്റെ മുമ്പിൽ ഒരു ഒബ്സ്ട്രക്കിൾ വെക്കുകയാണെങ്കിൽ ഈ ഒബ്സ്ട്രക്കിൾ നമ്മൾ വെച്ചാൽ നമുക്കിവിടെ റെഡ് ആയിട്ട് വരുന്ന കാണാം. അതാണ് ഇതിന്റെ മെയിൻ പർപ്പസ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നത്. വെറും 2 മണിക്കൂർ എടുത്തുകൊണ്ടാണ് ഇതിന്റെ കോഡും ഇതിന്റെ പ്രോഗ്രാമും എല്ലാം തീർത്തത്. ഈ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആർഡിനോ കിറ്റിൽ തന്നെ കിട്ടുന്ന ബ്രെഡ് ബോർഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്.